അപകടം നടന്ന 4-ാം നാൾ പ്രതിപക്ഷ വിമർശനങ്ങൾക്ക് പിന്നാലെ ഒടുവിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ വീട്ടിലേക്കെത്തി. CPM നേതാക്കൾക്കൊപ്പമായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. ബിന്ദുവിന്റെ അമ്മയെയും ഭർത്താവ് വിസ്തൃതനെയും മക്കളായ നവനീതിനെയും നവമിയെയും കണ്ട മന്ത്രി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. കുടുംബത്തിന്റെ സങ്കടം മുഴുവൻ വിസ്തൃതനും അമ്മയും മന്ത്രിയോട് പങ്കുവച്ചു. നഷ്ടമായത് കുടുംബത്തിന്റെ അത്താണിയാണ്. മകന് താൽക്കാലിക ജോലി ലഭിച്ചാൽ പോരാ, അമ്മ മരിച്ചയിടത്ത് ജോലി ചെയ്യാൻ മനസ്സ് അനുവദിക്കില്ല. അമ്മയുടെ ആഗ്രഹം പോലെ മകന്റെ പഠിപ്പിനനുസരിച്ചുള്ള ജോലി വേണമെന്ന ആഗ്രഹവും മന്ത്രിയോട് അവർ പങ്കുവച്ചു. ഞാൻ പറഞ്ഞു, താൽക്കാലിക ജോലി വേണ്ട, പഠിച്ചതെന്തെങ്കിലും ഒരു ജോലി തരണമെന്ന് പറഞ്ഞ് അത് തിന്നാൽ നല്ലതായിരിക്കും, ഞങ്ങളുടെ കുടുംബത്തിന് മുന്നോട്ടുള്ള ജീവിതത്തിന് നല്ലതായിരിക്കും, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സർക്കാർ എല്ലാ തരത്തിലും ബിന്ദുവിന്റെ കുടുംബത്തിനൊപ്പം ഉണ്ടാകുമെന്ന് മന്ത്രി ഉറപ്പു നൽകി. സർക്കാർ അവർക്ക് ഒപ്പം പൂർണ്ണമായിട്ടും ഉണ്ടാകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇക്കാര്യം സംസാരിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉചിതമായിട്ടുള്ള തീരുമാനങ്ങൾ അത് ഉണ്ടാകും. പ്രതിഷേധങ്ങൾ ഭയന്ന പോലീസിനെ പോലും അറിയിക്കാതെയായിരുന്നു വിസ്തൃതന്റെ വീട്ടിലേക്കുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ സന്ദർശനം. സർക്കാർ സംവിധാനങ്ങളിലെ അനാസ്ഥയ്ക്ക് മുന്നിൽ പൊലിഞ്ഞത് ഒരു ജീവനാണ്. വിമർശനങ്ങൾ എല്ലായിടത്തു നിന്നും ഉണ്ടാവും. അവ ഉൾക്കൊണ്ട് കൂടുതൽ മെച്ചപ്പെടാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ വിമർശനങ്ങൾക്ക് മുന്നിൽ മുഖം തിരിഞ്ഞാൽ ജനത്തിന് മുന്നിൽ നിങ്ങൾ അപഹാസ്യരാവുകയുള്ളൂ. വിനോദ് തോമസിനൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.